Hello dear students, welcome back to ISKC English. Okay dear students, നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെന്റൻസ് ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു കാറ്റഗറിയിൽപ്പെട്ട സെന്റൻസിനെ മറ്റൊരു കാറ്റഗറിയിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് എന്താ, അസേർട്ടീവ് സെന്റൻസിനെ ഇൻട്രോഗേറ്റീവ് സെന്റൻസിലേക്ക് മാറ്റാം. അസേർട്ടീവ് സെന്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അതായത് സ്റ്റേറ്റ്മെന്റ്സിനെ ക്വസ്റ്റ്യൻസിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്റ്റേറ്റ്മെന്റ്സിന് നമ്മൾ എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻസിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസിലേക്കും അതുപോലെ തന്നെ WH ക്വസ്റ്റ്യൻസിലേക്കൊക്കെ നമ്മൾ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ആ ഒരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ, ആ ഒരു ക്ലാസ്സിൻ്റെ തുടർച്ച തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഏത് രീതിയിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുന്നത്, നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കൂട്ടോ, എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ടു അസേർട്ടീവ് സെന്റൻസസ്. അപ്പോൾ ഇന്ന് നമ്മൾ മാറ്റുന്നത് എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ അസേർട്ടീവ് സെന്റൻസിലേക്കാണ് നമ്മൾ ഇന്ന് ചേഞ്ച് ചെയ്യുന്നത്. എക്സ്ക്ലമേറ്ററി സെന്റൻസസ് ടു അസേർട്ടീവ് സെന്റൻസസ്, അതായത് സ്ട്രോങ് ഫീലിങ്സ് വരുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസുകൾ, ആശ്ചര്യങ്ങളും അത്ഭുതങ്ങളും വരുന്ന ഇമോഷൻസ് വരുന്ന എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ അസേർട്ടീവ് സെന്റൻസിലേക്ക് മാറ്റാം. എക്സാമ്പിൾ നോക്കൂ. വാട്ട് എ ലവ്ലി സീൻ ഇറ്റ് ഈസ്, അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സീൻ, ഒരു രംഗം കണ്ട് ആശ്ചര്യപ്പെടുകയാണ്. വാട്ട് എ ലവ്ലി സീൻ ഇറ്റ് ഈസ്. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ ലാസ്റ്റ് വന്നിരിക്കുന്ന ഇറ്റ് ഈസ്, ആ ഇറ്റ് ഈസ് എന്ത് ചെയ്യണം, നമ്മൾ അസേർട്ടീവ് ആക്കി മാറ്റുമ്പോൾ ആ ഇറ്റ് ഈസ് കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ വാട്ട് എന്നുള്ള, അല്ലെ, വാട്ട് എ ലവ്ലി, ആ ഈ വാട്ട് എന്ന് പറയുന്നത് നമ്മൾ ആ എക്സ്ക്ലമേഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, ആശ്ചര്യത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വാട്ട് അല്ലെങ്കിൽ ഹൗ എന്നുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. അത് നമ്മൾ അസേർട്ടീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഒഴിവാക്കണം. എന്നിട്ട് ആ ഇറ്റ് ഈസ് വെച്ചിട്ട്, ആ ഇറ്റ് ഈസ് ആണ് അസേർട്ടീവ് സെന്റൻസിലെ സബ്ജക്റ്റും വെർബുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കൂ എങ്ങനെ ആൻസർ വരിക. ഇറ്റ് ഈസ് എ ലവ്ലി സീൻ, ഇറ്റ് ഈസ് എ ലവ്ലി സീൻ. അതായത് ആ എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഒന്നുകൂടി തിരിഞ്ഞു വന്നു. എക്സ്ക്ലമേറ്ററി സെന്റൻസ് അവസാനിക്കുന്നത് ഇറ്റ് ഈസിലായിരുന്നു, അത് വെച്ചാണ് ബിഗിൻ ചെയ്തത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ. വാട്ട് എ ഹോട്ട് ക്ലൈമറ്റ് ഇറ്റ് ഈസ്, അല്ലെ, വാട്ട് എ ഹോട്ട് ക്ലൈമറ്റ് ഇറ്റ് ഈസ്. എന്തൊരു ഹോട്ടായിട്ടുള്ള കാലാവസ്ഥയാണിത്. വാട്ട് എ ഹോട്ട് ക്ലൈമറ്റ് ഇറ്റ് ഈസ്. ഇവിടെയും സെന്റൻസ് ഒന്ന് തിരിഞ്ഞു വരും, അതായത് ഇറ്റ് ഈസ് വെച്ച് തുടങ്ങും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അവിടെ അസേർട്ടീവ് കിട്ടുക? ഇറ്റ് ഈസ് എ ഹോട്ട് ക്ലൈമറ്റ്, ഇറ്റ് ഈസ് എ ഹോട്ട് ക്ലൈമറ്റ്. അടുത്തത്, വൗ വാട്ട് എ ഡെലീഷ്യസ് ഡെസേർട്ട്, വാട്ട് എ ഡെലീഷ്യസ് ഡെസേർട്ട്. എന്തൊരു ഡെലീഷ്യസ് ഡെസേർട്ട്, അതായത് മധുരം, എന്തൊരു ഡെലീഷ്യസ് ആയിട്ടുള്ള ഡെസേർട്ടാണ്. നോക്കുന്നത് എങ്ങനെ തിരിഞ്ഞു വരിക. ഇവിടെ നമുക്ക് ഇതിന്റെ അവസാനത്തിൽ ഇറ്റ് ഈസ് ഒന്നുമില്ല, അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആഡ് ചെയ്യുക. നേരത്തെ സെന്റൻസിലൊക്കെ എന്തുണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, വാട്ട് എ ഡെലീഷ്യസ് ഡെസേർട്ട് ഇറ്റ് ഈസ്, അല്ലേ. പക്ഷെ ഇവിടെ ഇറ്റ് ഈസ് ഇല്ല, പക്ഷെ നമ്മൾ സബ്ജക്റ്റ് വേണം, നമ്മൾ ആഡ് ചെയ്യുക. അപ്പൊ എങ്ങനെയാ വരിക, ഇറ്റ് ഈസ് എ ഡെലീഷ്യസ് ഡെസേർട്ട്, ഇറ്റ് ഈസ് എ ഡെലീഷ്യസ് ഡെസേർട്ട്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, സബ്ജക്റ്റും വെർബും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എക്സ്ക്ലമേറ്ററി സെന്റൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റും വെർബും നിർബന്ധമാണ്, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ പാറ്റേണിൽ ഉണ്ടായിരുന്നില്ല. ഇനി നോക്കൂ, അടുത്തത് നോക്കൂ. ഹൗ ക്ലവർ ഷീ ഈസ്, എന്ത് ബുദ്ധിമതിയാണ് അവൾ. ഹൗ ക്ലവർ ഷീ ഈസ്. ഇവിടെ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഈ സെന്റൻസിന്റെ ലാസ്റ്റ് വന്ന ഷീ ഈസ് വെച്ച് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ സെന്റൻസിൽ ഇറ്റ് ഈസ് പറഞ്ഞില്ല, അതേപോലെ ഷീ ഈസ് വെരി ക്ലവർ. ഇവിടെ നമ്മൾ വെരി എന്നുള്ളത് നമ്മൾ അസേർട്ടീവിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. അവൾ, അതായത് ആ എന്തുമാത്രം, ആ ഒരു എക്സ്ട്രാ ഓർഡിനറി, നോർമലിൽ നിന്നും കൂടുതലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വെരി. അതായത് സാധാരണ ഒരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ ആശ്ചര്യപ്പെടേണ്ട കാര്യമുണ്ടോ? ഇല്ല.
അപ്പോൾ ഷീ ഈസ് വെരി ക്ലവർ, അവൾ വളരെ ബുദ്ധിമതിയാണ്. അപ്പൊ നമ്മൾ പിന്നെ അത് എക്സ്ക്ലമേറ്ററി പറയുമ്പോൾ എങ്ങനെ വരിക? ഹൗ ക്ലവർ ഷീ ഈസ്. ഇനി നോക്കൂ അടുത്തത്. വാട്ട് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. വാട്ട് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഇറ്റ് വാസ്. നമ്മൾ ഇവിടെ ഇറ്റ് വാസിനെ സബ്ജക്റ്റ് ആക്കി എടുക്കാം. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. അപ്പൊ ഈ രീതിയിൽ അപ്പോ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ അസർട്ടീവിലേക്ക് മാറ്റുമ്പോൾ ഒന്നുകിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ ലാസ്റ്റ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത് ലാസ്റ്റ് വന്നിട്ടുണ്ടാവും. അതായത് അതിന്റെ ആ ഒരു രീതി മാറിയിട്ട് ആദ്യം വെർബ് പിന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്ന പാറ്റേണിൽ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ അസർട്ടീവിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്ജക്റ്റ് നമ്മൾ നൽകണം. ഇനി അടുത്തത് അസർട്ടീവ് സെന്റൻസ് ഇൻടു എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഇനി നമ്മൾ അസർട്ടീവിനെ എക്സ്ക്ലമേറ്ററി സെന്റൻസിലേക്ക് മാറ്റാം. ആദ്യം അസർട്ടീവ് സെന്റൻസ്. ഹി ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ്. ഹി ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ്. അവൻ കുട്ടിയെപ്പോലെ പെരുമാറുന്നു. ഹി ബിഹേവ്സ് ലൈക്ക് എ ചൈൽഡ്. അപ്പൊ നമുക്കറിയാം എക്സ്ക്ലമേറ്ററി സെന്റൻസ് ആകുമ്പോൾ വാട്ട് എന്നുള്ളതോ ഹൗ എന്നുള്ളതോ വെച്ച് നമ്മൾ തുടങ്ങണം. അവിടെ നോക്കൂ. ഹൗ ചൈൽഡിഷ് ഹി ഈസ്. ഹൗ ചൈൽഡിഷ്. ഇവിടെ ചൈൽഡിഷ് എന്നുള്ളത് അഡ്ജക്റ്റീവ് ആണ്. ഹൗ ചൈൽഡിഷ് ഹി ഈസ്. അവൻ എന്തുമാത്രം ചൈൽഡിഷ് ആണ്. കാരണം ആ ഒരു കൺവേർട്ട് ചെയ്ത് വരുന്ന പാറ്റേൺ ശ്രദ്ധിക്കട്ടോ. ആ പാറ്റേൺ ശ്രദ്ധിച്ചാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ചൈൽഡ് എന്നുള്ളതിനെ ചൈൽഡിഷ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിലേക്ക് മാറ്റി നൗണിനെ. അടുത്തത് ദ പാർക്ക് ഈസ് വെരി ക്രൗഡഡ്. പാർക്ക് വളരെ ക്രൗഡഡ് ആണ്. ദ പാർക്ക് ഈസ് വെരി ക്രൗഡഡ് അസർട്ടീവ്. ഇനി നോക്കൂ. ഹൗ ക്രൗഡഡ് ദ പാർക്ക് ഈസ്. ഹൗ ക്രൗഡഡ്. എന്തുമാത്രം ക്രൗഡഡ് ആണ്. ഹൗ ക്രൗഡഡ് ദ പാർക്ക് ഈസ്. ഹൗ ക്രൗഡഡ് ദ പാർക്ക് ഈസ്. അടുത്തത് ഇറ്റ് ഈസ് എ ഹോണ്ടഡ് പ്ലേസ്. ഇറ്റ് ഈസ് എ ഹോണ്ടഡ് പ്ലേസ്. വാട്ട് എ ഹോണ്ടഡ് പ്ലേസ് ഇറ്റ് ഈസ്. ആ ഇറ്റ് ഈസ് എന്നുള്ളത് എക്സ്ക്ലമേറ്ററിയിൽ ലാസ്റ്റിലേക്ക് വന്നു. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വാട്ട് എ ഹോണ്ടഡ് പ്ലേസ് ഇറ്റ് ഈസ്. ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ. ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. ആ ഒരു ദിസ് എന്നുള്ളതാണ് ഇറ്റ് ഈസ് ആയിട്ട് മാറിയത്. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. ഇതിനെ നമ്മൾ അസർട്ടീവിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ കിട്ടും? ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അതാണ് ഏത്? ദിസ് ഫ്ലവർ ഈസ് ബ്യൂട്ടിഫുൾ. വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്. അടുത്തത് he is making a lot of noise. He is making a lot of noise. What a noisy person he is. What a noisy person. ഇവിടെ നോയ്സ് എന്നുള്ളതിനെ അഡ്ജക്റ്റീവ് ആക്കി മാറ്റി. വാട്ട് എ നോയ്സി പേഴ്സൺ ഹി ഈസ്. ഇത് നോക്കൂ. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഇമ്പറേറ്റീവ് സെന്റൻസിനെ ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. ഇമ്പറേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡ്. റിക്വസ്റ്റ് അല്ലെങ്കിൽ കമാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചോദ്യത്തിലേക്ക് മാറ്റുന്നു. റിക്വസ്റ്റ് കമാൻഡിനെ ചോദ്യത്തിലേക്ക്. ഇത് എളുപ്പാട്ടോ. റിക്വസ്റ്റ് കമാൻഡിനെ ചോദ്യത്തിലേക്ക്. സ്പീക്ക് ലൗഡർ ഇമ്പറേറ്റീവ് ആണ്, റിക്വസ്റ്റ് ആണ്. ഉറക്കെ സംസാരിക്കുക. സ്പീക്ക് ലൗഡർ. കണ്ടോ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വിൽ യു ചേർത്താൽ മതി. വിൽ യു സ്പീക്ക് ലൗഡർ ചോദ്യമായി. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. വിൽ യു സ്പീക്ക് ലൗഡർ. അപ്പൊ ഇമ്പറേറ്റീവിനെ ഇൻട്രോഗേറ്റീവിലേക്ക് മാറ്റുക എന്നുള്ളത് ഈസ് വെരി ഈസി, വളരെ എളുപ്പമാണ്. അടുത്തത് നോക്കൂ. കീപ് ദ ബുക്സ് ഓൺ ദ ഷെൽഫ്. വിൽ യു കീപ് ദ ബുക്സ് ഓൺ ദ ഷെൽഫ്. അടുത്തത് ടേക്ക് ഹിം ടു ഹോസ്പിറ്റൽ. ടേക്ക് ഹിം ടു ഹോസ്പിറ്റൽ. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക.
വിൽ യു ടേക്ക് ഹിം, വിൽ യു ടേക്ക് ഹിം ടു ഹോസ്പിറ്റൽ, അവനെ നീ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമോ? ടോക്ക് പ്രോപ്പർലി, വിൽ യു ടോക്ക് പ്രോപ്പർലി, നിനക്ക് ശരിക്ക് സംസാരിച്ചൂടെ? വിൽ യു ടോക്ക്. വാക്ക് ഫാസ്റ്റ്, വിൽ യു വാക്ക് ഫാസ്റ്റ്, വിൽ യു വാക്ക് ഫാസ്റ്റ്. അപ്പോ ഇമ്പരേറ്റീവിനെ എൻട്രോഗേറ്റീവിലേക്ക് മാറ്റാൻ തുടക്കത്തിൽ വിൽ യു ആഡ് ചെയ്താൽ മതി. അടുത്തത് ഇമ്പരേറ്റീവിനെ അസേർട്ടീവിലേക്ക്, ഇമ്പരേറ്റീവിനെ അസേർട്ടീവിലേക്ക്. ഇമ്പരേറ്റീവ് എന്ന് പറയുമ്പോൾ അതിന് സബ്ജക്റ്റ് ഉണ്ടാവില്ല, അതിലെ ഇംപ്ലൈങ് സബ്ജക്റ്റ് യു എന്നുള്ളതായിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ സബ്ജക്റ്റ് ആഡ് ചെയ്യണം അസേർട്ടീവ് മാറ്റുമ്പോൾ കേട്ടോ. ഒരു എക്സാമ്പിൾ നോക്കാം. ഡോണ്ട് ടെൽ ലൈസ്, കള്ളം പറയരുത്. ഡോണ്ട് ടെൽ ലൈസ് ഇമ്പരേറ്റീവാ. അപ്പൊ ഇതിവിടെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം, അങ്ങനെ ചെയ്യരുത് എന്നാണ്. അപ്പൊ അത്തരത്തിൽ പറയുമ്പോൾ നമ്മൾ ഷുഡ് ചേർക്കണം. അപ്പൊ ആൻസർ നോക്കൂ, യു ഷുഡ് നോട്ട് ടെൽ ലൈസ്, യു ഷുഡ് നോട്ട്. അത് ശ്രദ്ധിക്കട്ടോ, ഇമ്പരേറ്റീവിനെ അസേർട്ടീവിലേക്ക് മാറ്റുമ്പോൾ അത് നെഗറ്റീവ് ആയതുകൊണ്ടാണ് യു ഷുഡ് നോട്ട്. അടുത്തത് ലിസൺ കെയർഫുള്ളി, ശ്രദ്ധിച്ചിരിക്കാം. ലിസൺ കെയർഫുള്ളി, ഇവിടെ നമ്മൾ യു ഷുഡ് ചേർക്കണം. യു ഷുഡ് ലിസൺ കെയർഫുള്ളി, യു ഷുഡ് ലിസൺ കെയർഫുള്ളി. ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, ഡോണ്ട് പ്ലേ വിത്ത് ഫയർ, തീ കൊണ്ട് കളിക്കരുത്. ഇത് ജനറലൈസ് ചെയ്ത് പറയാണ്. വൺ ഷുഡ് നോട്ട് പ്ലേ വിത്ത് ഫയർ, ഒരു വ്യക്തി എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളും തീ കൊണ്ട് കളിക്കരുത്. വൺ ഷുഡ് നോട്ട് പ്ലേ, ഒരാളും കളിക്കരുത്. ജനറലൈസ് ചെയ്ത് പറയാണ് കേട്ടോ. ഇനി അടുത്തത് ഒബേ ദ ലോസ് ഓഫ് ദി ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിക്കുക. എല്ലാ ആൾക്കാരും അല്ലെ പൊതുവെ ഒബേ. അപ്പോൾ വൺ ഷുഡ് ഒബേ, ഏതൊരാളും വൺ ഷുഡ് ഒബേ ദ ലോസ് ഓഫ് ദി ഗവൺമെന്റ്, ഗവൺമെന്റിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. നോക്കിനി അടുത്തത് നമ്മൾ അടുത്തൊരു സെക്ഷനാണ്. അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞത് സെന്റൻസ് ടൈപ്പുകളാണ്. പക്ഷെ എന്തിന്റെ അടിസ്ഥാനത്തിലാ? അതായത് വേർഡ് ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ. എന്തിന്റെ അടിസ്ഥാനത്തിലാ? വേർഡ് ഓർഡർ. ഇത് നമ്മൾ പറയുന്നത് സെന്റൻസ് ടൈപ്പാണ്. ബേസ്ഡ് ഓൺ ക്ലോസ് സ്ട്രക്ചർ, ആ സെന്റൻസിൽ വരുന്ന ക്ലോസിന്റെ ഘടനയെ അടിസ്ഥാനമാക്കി സെന്റൻസസ് ആർ ക്ലാസിഫൈഡ് ഇൻടു സിമ്പിൾ, കോമ്പൗണ്ട് ആൻഡ് കോംപ്ലക്സ്. സിമ്പിള്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. ശരിക്കും ഒന്നും കൂടി ഉണ്ട്, അതിവിടെ പറയുന്നില്ല. കോമ്പൗണ്ട് കോംപ്ലക്സും കൂടി ഉണ്ട്. 4 ടൈപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ പഠിക്കാൻ 3 ടൈപ്പേ പറയുന്നുള്ളൂ. സോ ഞാൻ 3 ടൈപ്പേ പറയുന്നുള്ളൂ. സിമ്പിളും കോമ്പൗണ്ടും കോംപ്ലക്സും. എന്തിനെ ബേസ് ചെയ്തിട്ട്? ക്ലോസിന്റെ സ്ട്രക്ചർ ബേസ് ചെയ്തിട്ട്. ഇനി എന്താ ക്ലോസ് എന്ന് പറഞ്ഞാല്? ക്ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് a group of words which contains a subject and a predicate and forms part of a sentence is termed as clause. ഒരു ക്ലോസ് എന്ന് പറയുമ്പോൾ അത് ഒരു സെന്റൻസിന്റെ ഭാഗമാണ്. സെന്റൻസിന്റെ ഭാഗമാണ്. അതിൽ സബ്ജക്റ്റ് ഉണ്ടായിരിക്കും, പ്രെഡിക്കേറ്റ് ഉണ്ടായിരിക്കും. കണ്ടെയ്ൻ സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ്. മാത്രമല്ല ഫോംസ് പാർട്ട് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ട് മാറുന്നു, ഫോം ചെയ്യുന്നു. അപ്പൊ സെന്റൻസിന്റെ ഭാഗമാണ്. എക്സാമ്പിള്, when it rained they stopped playing. ഇവിടെ 2 ക്ലോസുകൾ വന്നു. The 2 clauses in the above sentences are, ഞാൻ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് ഇല്ലേ, അതിൽ വന്നിരിക്കുന്ന 2 ക്ലോസുകളിൽ ഒന്ന് when it rained, അതൊരു ക്ലോസ്, മഴ പെയ്തപ്പോൾ. ഇനി they stopped playing, അത് രണ്ടാമത്തേത്. when it rained എന്നുള്ളത് ഒരു ക്ലോസ്, they stopped playing എന്നുള്ളത് രണ്ടാമത്തേത്. ഇനി ക്ലോസുകൾ 2 തരമുണ്ട്. ക്ലോസുകൾ 2 ടൈപ്സ് ഉണ്ട്. ഒന്ന്
മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്. മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ് എന്താണിത്? ക്ലോസ് വിച്ച് കണ്ടെയ്ൻസ് ദ മെയിൻ ഐഡിയ ഓഫ് ദി സെന്റൻസ്. ഒരു വാചകത്തിന്റെ പ്രധാന ആശയം ഉൾക്കൊള്ളുന്നത്. ഒരു വാചകത്തിന്റെ ഒരു സെന്റൻസിന്റെ പ്രധാന ആശയം ഉൾക്കൊള്ളുന്നതാണ് മെയിൻ ക്ലോസ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്ലോസ്. രണ്ടാമത്തേത് സബോർഡിനേറ്റ് ക്ലോസ് അതല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ക്ലോസ് വിച്ച് ഡസ് നോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് മീനിങ് ബട്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ ക്ലോസ് ടു കൺവേ എ കംപ്ലീറ്റ് തോട്ട്. അതായത് പൂർണ്ണമായിട്ടുള്ള ആശയമില്ലാത്തതും ഒരു ആശയം നൽകുന്നതിന് വേണ്ടി മറ്റൊരു ക്ലോസിനെ ആശ്രയിക്കുന്നതുമായിട്ടുള്ളതാണ് എന്ത്? ഡിപ്പെൻഡന്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ്. എന്താ പ്രത്യേകത? ഡസ് നോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡന്റ് മീനിങ്. സ്വന്തമായിട്ട് അർത്ഥമില്ല. പിന്നെയോ അർത്ഥത്തിന് വേണ്ടി ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ ക്ലോസ് ടു കൺവേ എ കംപ്ലീറ്റ് തോട്ട്. ഒരു പൂർണ്ണമായ ആശയം നൽകുന്നതിന് വേണ്ടി മറ്റൊരു ക്ലോസിനെ ആശ്രയിക്കുന്നതാണ് എന്ത്? ഡിപ്പെൻഡന്റ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. നമുക്കൊന്ന് എക്സാമ്പിൾ നോക്കാം. വെൻ ഇറ്റ് റെയിൻഡ്, മഴ പെയ്തപ്പോൾ, ദേ സ്റ്റോപ്പ്ഡ് പ്ലേയിങ്, അവർ കളി നിർത്തി. ഇവിടെ മഴ പെയ്തപ്പോൾ എന്നുള്ള വാചകം കംപ്ലീറ്റ് അല്ല. അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൻ്റെ കൂടെ ദേ സ്റ്റോപ്പ്ഡ് പ്ലേയിങ് എന്നുള്ളതും കൂടി വേണം. അപ്പോ വെൻ ഇറ്റ് റെയിൻഡ് എന്നുള്ളത് ദേ സ്റ്റോപ്പ്ഡ് പ്ലേയിങ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് വെൻ ഇറ്റ് റെയിൻഡ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. വെൻ ഇറ്റ് റെയിൻഡ് എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും ദേ സ്റ്റോപ്പ്ഡ് പ്ലേയിങ് എന്നുള്ളത് മെയിൻ ക്ലോസുമാണ്. കാരണം ദേ സ്റ്റോപ്പ്ഡ് പ്ലേയിങ് അതിന് പൂർണ്ണമായ അർത്ഥമുണ്ട്, അവർ കളി നിർത്തി. ഇനി ഒന്നാമത്തെ ടൈപ്പ് സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ്. സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെന്റൻസ് വിച്ച് ഹാസ് ഓൺലി വൺ മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസ് മാത്രം ഉൾക്കൊള്ളുന്നത്. അതായത് അർത്ഥമുള്ള ഒരു ക്ലോസ്, സ്വന്തമായിട്ട് അർത്ഥമുള്ള പൂർണ്ണ അർത്ഥമുള്ള ഒരു തോട്ട്, ഒരു കംപ്ലീറ്റ് തോട്ട്, അതാണ് മെയിൻ ക്ലോസ്. ഒരു മെയിൻ ക്ലോസ് വരുന്ന വാചകത്തെ നമ്മൾ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നു. എക്സാമ്പിൾ, രാധ ഈസ് എ സ്മാർട്ട് ഗേൾ. രാധ ഒരു സ്മാർട്ടായ പെൺകുട്ടിയാണ്. ഇതിന് സ്വന്തമായിട്ട് ഒരു ആശയമുണ്ട്, മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല. അടുത്തൊരു എക്സാമ്പിൾ, ഷീ വെന്റ് ടു ചർച്ച് ടു പ്രേ. പ്രാർത്ഥിക്കാൻ വേണ്ടി അവൾ ചർച്ചിൽ പോയി. ഇതിനും ആശയമുണ്ട്. പിന്നെ മറ്റൊന്ന് ഒരു ചോദ്യമാണ്, ഡിഡ് ഷീ അറൈവ് യെസ്റ്റർഡേ. അവൾ ഇന്നലെ എത്തിയോ? ഇതെല്ലാം എന്താണ്? പൂർണ്ണ ആശയമുള്ള വാചകങ്ങളാണ്. ഇതെല്ലാം സിമ്പിൾ സെന്റൻസുകളാണ്. അടുത്തത് കോമ്പൗണ്ട് സെന്റൻസ്. നോക്കൂ, എന്താണ് കോമ്പൗണ്ട് സെന്റൻസ്? എ സെന്റൻസ് വിച്ച് ഹാസ് ടു ഓർ മോർ മെയിൻ ക്ലോസസ്. ഇപ്പൊ മെയിൻ ക്ലോസ് എന്താണെന്നറിയില്ലേ? രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് വരുന്ന വാചകത്തെ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നു. ടു ഓർ മോർ മെയിൻ ക്ലോസസ് ഇൻ എ കോമ്പൗണ്ട് സെന്റൻസ്. ഒരു കോമ്പൗണ്ട് സെന്റൻസിൽ ദ ക്ലോസസ് ആർ മെയിൻലി ജോയിൻഡ്. അപ്പൊ നമുക്കറിയാം രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. ചുരുങ്ങിയത് രണ്ട് മെയിൻ ക്ലോസ് വരുമ്പോൾ അവയെ തമ്മിൽ ജോയിൻഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ട് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ലൈക്ക് ആൻഡ്, ബട്ട്, ഓർ. ആൻഡ്, ബട്ട്, ഓർ പോലുള്ള കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ജോയിൻഡ് ചെയ്യുക. അപ്പൊ കോമ്പൗണ്ട് സെന്റൻസിൽ രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ജോയിൻ ചെയ്യുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ആയിട്ടുള്ള ആൻഡോ, ബട്ടോ, ഓറൊക്കെ ആയിരിക്കും. എക്സാമ്പിൾ,
ഷീ വാസ് വെരി സിക്ക്. ഇതൊരു മെയിൻ ക്ലോസ് ആണ്. അവൾക്ക് വളരെ അസുഖമാണ്. കംപ്ലീറ്റ് ആശയമാണ്. രണ്ടാമത്തേത് ഷീ ടുക്ക് മെഡിസിൻസ്. അവള് മരുന്ന് കഴിക്കുന്നു. ഇവിടെ ടുക്കിനാണ് കഴിച്ചു എന്ന് അർത്ഥം പറഞ്ഞു. ഷീ ടുക്ക് മെഡിസിൻസ്. ഇവിടെ ഈ രണ്ട് വാചകങ്ങളെ തമ്മിൽ, രണ്ട് മെയിൻ ക്ലോസസിനെ തമ്മിൽ ചേർക്കാൻ സോ എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഏത് കൺജങ്ഷൻ എന്നുള്ളത് നമ്മൾ അർത്ഥം കറക്റ്റായി, അർത്ഥം ശരിയാവുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണ്. ഷീ വാസ് വെരി സിക്ക്. അവൾക്ക് വളരെ രോഗമാണ്. സോ അതുകൊണ്ട് ഷീ ടുക്ക് മെഡിസിൻസ്. അവള് മരുന്ന് കഴിച്ചു. ഒന്ന്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ, ഷീ ഈസ് എ ഷോർട്ട് ഗേൾ. അവളൊരു ഷോർട്ട് ഗേൾ ആണ്. ഷോർട്ട് ഗേൾ. ഷീ ഈസ് എ ഷോർട്ട് ഗേൾ. രണ്ടാമത്തെ സെന്റൻസ് ആണ് ഷീ റൺസ് ഫാസ്റ്റ്. അവൾ വേഗത്തിൽ ഓടുന്നു. ഇവിടെ രണ്ട് ക്ലോസ് ഉണ്ട്. ഒന്ന് ഷീ ഈസ് എ ഷോർട്ട് ഗേളും അടുത്തത് ഷീ റൺസ് ഫാസ്റ്റ് എന്നുള്ളതും. ഈ രണ്ട് ക്ലോസുകളെ തമ്മിൽ ബട്ട് ഉപയോഗിച്ചിട്ട്, കാരണം രണ്ടിലും കോൺട്രാസ്റ്റ്, ഓപ്പോസിറ്റ് ആയ കാര്യങ്ങളാണ് പറയുന്നത്. ഷീ ഈസ് എ ഷോർട്ട് ഗേൾ. അവൾ ഒരു ഷോർട്ട്, ഉയരം കുറഞ്ഞ പെൺകുട്ടിയാണ്. ബട്ട് പക്ഷേ ഷീ റൺസ് ഫാസ്റ്റ്. അവൾ വേഗത്തിൽ ഓടുന്നു. ഇനി അടുത്തത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അടുത്തത് ഏതാ? കോംപ്ലക്സ്. നോക്കൂ, എക്സാമ്പിൾ നോക്കാം. കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സെന്റൻസ് വിച്ച് ഹാസ് ഓൺലി വൺ മെയിൻ ക്ലോസ്. കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഒരു മെയിൻ ക്ലോസും ടു ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്, രണ്ടോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും. ഒരു മെയിൻ ക്ലോസും അതുപോലെ തന്നെ ടു ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്, രണ്ടോ അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസും. ഇതാണ് എന്ത്? കോംപ്ലക്സ് സെന്റൻസ്. അപ്പൊ ഒരു മെയിൻ ക്ലോസ് നിർബന്ധമാണ്. അതുപോലെ തന്നെ പിന്നെ എന്ത് വേണം? സബോർഡിനേറ്റ് ക്ലോസ്. പിന്നെ മെയിൻ ക്ലോസ് പാടില്ല. പിന്നെ മെയിൻ ക്ലോസ് വന്നാൽ അതെന്തായി? കോമ്പൗണ്ട് ആയി കേട്ടോ. ഒരു മെയിൻ ക്ലോസും പിന്നെ സബോർഡിനേറ്റ് ക്ലോസും കേട്ടോ. എക്സാമ്പിൾ നോക്കാം. ഓൾദോ ഷീ ഈസ് ടയേർഡ്. ഇതാണ് സബോർഡിനേറ്റ്. അവൾ ക്ഷീണിച്ചത് കൊണ്ട്. അവിടെ നിർത്താൻ പറ്റില്ലല്ലോ. അത് നിർത്തണമെങ്കിൽ പിന്നെ എന്തുണ്ടായി കൂടി പറയണം. എന്താ ഉണ്ടായത്? ക്ഷീണിച്ചത് കൊണ്ട് ഷീ chose not to take rest. Although she is tired. അവള് ടയേർഡ് ആണെങ്കിലും, although പറഞ്ഞെങ്കിലും, അവൾ ടയേർഡ് ആണെങ്കിലും she chose not to take rest. അവള് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചില്ല. അതും കൂടി പറഞ്ഞാലേ മുഴുവനാവുള്ളൂ. ഷീ ചോസ്, ചൂസിന്റെ പാസ്റ്റാണ് ചോസ്. ഷീ ചോസ് നോട്ട് ടു ടേക്ക് റെസ്റ്റ്. അവൾ റെസ്റ്റ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അത് കംപ്ലീറ്റ് ആണ്, മെയിൻ ക്ലോസ് ആണ്. എന്നാൽ അതിന് മുൻപ് പറയാണ് ദോ ഷീ ഈസ് ടയേർഡ്. അവള് ടയേർഡ് അല്ലെങ്കിൽ, ടയേർഡ് ആണെങ്കിലും, ദോ ഷീ ഈസ് ടയേർഡ്, അവൾ ടയേർഡ് ആണെങ്കിലും അവള് റെസ്റ്റ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അവ ടയേർഡ് ആണെങ്കിലും അവിടെ നിർത്താൻ പറ്റില്ലല്ലോ, ബാക്കി പറയണം. അപ്പൊ അതുകൊണ്ട് ആ ടയേർഡ് ആണെങ്കിലും എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും അവൾ റെസ്റ്റ് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു, അതെന്താണ്? മെയിൻ ക്ലോസുമാണ്. അപ്പൊ ഒരു മെയിൻ ക്ലോസും ഉണ്ട്, ഒരു സബോർഡിനേറ്റും ഉണ്ട്. അതുകൊണ്ട് കോംപ്ലക്സ് ആണ്. അടുത്തത്, while she was cooking food. അവള് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ. while എന്ന് പറഞ്ഞാൽ അപ്പോൾ, ആ സമയത്ത്. അപ്പൊ അവൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് നിർത്താൻ പറ്റുമോ? ചെയ്യുമ്പോൾ എന്താ ഉണ്ടായത്? all her friends were watching television. അതുകൂടി പറയണ്ടേ? അവളുടെ ഫ്രണ്ട്സ് എല്ലാം TV കാണുകയായിരുന്നു. അതും കൂടി പറഞ്ഞാലേ അവിടെ കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അവളുടെ ഫ്രണ്ട്സ് എല്ലാം TV കാണുകയായിരുന്നു, അതൊരു വാചകമാണ്. അതിന്റെ ആശയം കംപ്ലീറ്റ് ആണ്. അവളുടെ ഫ്രണ്ട്സ് എന്ത് ചെയ്യുകയായിരുന്നു? all her friends were watching television. കംപ്ലീറ്റ് ആണ്, മെയിൻ ക്ലോസ്. എന്നാൽ
while she was cooking food, അവൾ പാചകം ചെയ്യുമ്പോൾ, ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, അത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ശേഷമുള്ളത് കൂടി പറയണം. അതുകൊണ്ട് അവൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ എന്നുള്ളത് സബോർഡിനേറ്റ് ക്ലോസും, ഹെർ ഫ്രണ്ട്സ് വേർ വാച്ചിങ് ടെലിവിഷൻ എന്നുള്ളത് മെയിൻ ക്ലോസുമാണ്. അപ്പോൾ ഒരു സബോർഡിനേറ്റും ഒരു മെയിൻ ക്ലോസും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ രണ്ട് വാചകങ്ങളെ തമ്മിൽ ഒരു സബോർഡിനേറ്റിനെയും ഒരു സബോർഡിനേറ്റ് ക്ലോസിനെയും ഒരു മെയിൻ ക്ലോസിനെയും തമ്മിൽ ചേർക്കാൻ ആദ്യത്തെ എക്സാമ്പിളിൽ ആൾദോ എന്നുള്ളതും രണ്ടാമത്തെ എക്സാമ്പിളിൽ വൈൽ എന്നുള്ളതുമാണ് ഉപയോഗിച്ചത്. ഇവയെ നമ്മൾ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നാണ് വിളിക്കുക. വൈൽ എന്നുള്ളതും ദോ എന്നുള്ളതും. നേരത്തെ നമ്മൾ കോമ്പൗണ്ടിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ ഇത് നോക്കൂ. നമ്മൾ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സെന്റൻസസ്. സിമ്പിൾ ആണ്. പോസിറ്റീവ് സെന്റൻസും നെഗറ്റീവ് സെന്റൻസും. ആദ്യം എന്താണ് പോസിറ്റീവ് സെന്റൻസ്? എ സെന്റൻസ് ഈസ് ആൻ അഫർമാറ്റീവ് സെന്റൻസ് വിത്തൗട്ട് എനി നെഗറ്റീവ് വേർഡ്സ് സച്ച് ആസ് നോട്ട്, നോ, നെവർ, നെയ്തർ, നെയ്തർ നോർ, നോട്ട്, നോട്ട് അറ്റ് ഓൾ, എക്സെട്ര. അതായത് പോസിറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു അഫർമാറ്റീവ് സെന്റൻസ് ആണ്. എന്താണ് അഫർമാറ്റീവ് സെന്റൻസ്? അതായത് ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നത് ഒരു അഫർമാറ്റീവ് സെന്റൻസ്. കാരണം ഒരു ഉറപ്പ് കൊടുക്കുന്ന വാചകം. ഇത്തരം വാചകങ്ങളിൽ നോട്ടോ, നോ എന്നുള്ളതോ, നെവർ എന്നുള്ളതോ, നെയ്തർ നോറോ, നോട്ട് അറ്റ് ഓൾ, എക്സെട്ര ഒരു തരത്തിലുള്ള നെഗറ്റീവ് വാക്കുകളും ഉണ്ടാവില്ല. എക്സാമ്പിൾ, ദ സൺ സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്, സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇന്ത്യ വൺ ദ ഫസ്റ്റ് T20 വേൾഡ് കപ്പ്, ആദ്യത്തെ T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടി. ഇതിനകത്തൊന്നും ഒരു നെഗറ്റീവ് വേർഡ് ഇല്ല. ഇനി എന്താണ് നെഗറ്റീവ് സെന്റൻസ്? എ നെഗറ്റീവ് സെന്റൻസ് ഈസ് എ സെന്റൻസ് വിച്ച് ഹാസ് എനി ഓഫ് ദി ഫോളോയിങ് നെഗറ്റീവ് വേർഡ്സ്. താഴെ പറയുന്ന നെഗറ്റീവ് വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന വാചകമാണ് നെഗറ്റീവ് സെന്റൻസ്. ഏതൊക്കെയാണത്? നേരത്തെ പറഞ്ഞില്ലേ, നോ എന്നുള്ളത് നോട്ട്, നെവർ, നണ്ണ്, നത്തിങ്, നോവേർ, നീദർ നോർ, നോ വണ്, ഹാർഡ്ലി, സ്കെയേഴ്സ്ലി, ബെയർലി, സെമി നെഗറ്റീവ്സ്, എക്സെട്ര. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ആ സെന്റൻസ് നെഗറ്റീവ് ആയിരിക്കും. എക്സാമ്പിൾ, he has done nothing to win the election. he has done nothing, അവൻ ഒന്നും ചെയ്തില്ല. ഈ വാചകം നെഗറ്റീവ് ആണ്. കാരണം ഇതിനകത്ത് നത്തിങ് ഉണ്ട്. he has done nothing to win the election. ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി അവനൊന്നും ചെയ്തില്ല. അപ്പൊ നോക്കൂ, നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇതോടുകൂടി രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് കേട്ടോ. അപ്പൊ എല്ലാ ആളുകളും വീഡിയോ കംപ്ലീറ്റ് ആയി കണ്ട ശേഷം എന്ത് ചെയ്യാം? ലൈക്ക് ചെയ്യാം, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം കേട്ടോ. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? കമന്റ് ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.